ധർമ്മസ്ഥല കൂട്ടക്കൊല വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു. വ്യാജ പരാതി നൽകിയെന്ന കുറ്റം ചുമത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട 100-ലധികം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ബെൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ അന്വേഷണ സംഘം മേധാവി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ വരെ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. എവിഡൻസ് പ്രൊട്ടക്ഷൻ നിയമപ്രകാരമുള്ള സംരക്ഷണം പിൻവലിച്ച ശേഷമാണ് അറസ്റ്റ്. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ പേര് അന്വേഷണ സംഘം പുറത്തുവിട്ടു. മുൻ ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയ്യയാണ് പരാതിക്കാരൻ. ശുചീകരണ തൊഴിലാളിയുടെ കസ്റ്റോഡിയനും സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മഹേഷ് ഷെട്ടി തിമറോഡിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനായിരുന്നു അറസ്റ്റ്. ഇതിന് പിന്നാലെയാണ് ശുചീകരണ തൊഴിലാളിയെയും അറസ്റ്റ് ചെയ്തത്. മഹേഷ് ഷെട്ടിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് 2 ദിവസം മുമ്പ് പരാതിക്കാരനെ SIT കസ്റ്റഡിയിലെടുത്തതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. അതേസമയം മകൾ അനന്യ ഭട്ടിനെ കാണാതായെന്ന പരാതി നൽകിയത് വ്യാജമാണെന്നും തനിക്ക് മകളില്ലെന്നും സുജാത ഭട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ച 15 സ്ഥലങ്ങളിൽ കുഴിച്ചു നടത്തിയ പരിശോധനയിൽ 6-ാമത്തെ സ്പോട്ടിൽ നിന്നും 11-ാമത്തെ സ്പോട്ടിനടുത്തു നിന്നും നിരവധി അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. പരാതിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയ അസ്ഥികളുടെയും കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളുടെയും പരിശോധന പൂർത്തിയാക്കിയ അന്വേഷണ സംഘം റിപ്പോർട്ട് ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. ജൂലൈ 3-നാണ് കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലുമായി ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് സ്വയം കുഴിച്ചെടുത്തുവെന്ന് അവകാശപ്പെടുന്ന അസ്ഥിഭാഗങ്ങളുമായി ധർമ്മസ്ഥല കോടതിയിലെത്തി. തുടർന്ന് ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ 16 ദിവസങ്ങൾക്ക് ശേഷം കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിനെതിരെ പ്രതിഷേധവുമായി കർണാടകയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ഭരണകക്ഷി നേതാക്കളും പ്രതിപക്ഷത്തുള്ള BJP നേതാക്കളും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരുന്നു. കൈരളി ന്യൂസ്, ധർമ്മസ്ഥല.